ഞാൻ യജ്ഞസേൻ. ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയാണ് എൻ്റെ ജനനം. ഈ നശ്വര ദേഹത്തോടുള്ള പ്രലോഭനം ഹേതുവായി പാണ്ഡവന്മാരെ പോലെയുള്ള വീരപുരുഷന്മാർ അമ്മയുടെ വാക്ക് പാലിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണെങ്കിൽ അവരുടെ ധർമ്മയജ്ഞത്തിൽ ഈ ദേഹം ആഹൂതിയാകട്ടെ. വാസ്തവം ആലോചിച്ചാൽ എന്താണ് ഈ ദേഹം? എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? എനിക്കെന്തറിയാം? ആ ദേഹം ഞാനല്ല. എൻ്റെ കൈകൾ, കാലുകൾ, ഓരോരോ അവയവങ്ങൾ കൃഷ്ണ അല്ല. എൻ്റെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം കൃഷ്ണയല്ല. എങ്കിൽ ഈ ശരീരം പ്രാപിച്ച് എല്ലാവരും സുഖമനുഭവിക്കട്ടെ, ഐക്യമത്യം സ്ഥാപിക്കട്ടെ. ഞാൻ എന്തിനെ തടസ്സപ്പെടുത്താം? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ദേഹം 5 ഭർത്താക്കന്മാർക്ക് അർപ്പിച്ച ശേഷം എനിക്ക് പതിവ്രതയായി ജീവിക്കുവാൻ സാധിക്കുമോ? പതിവ്രതയുടെ നിർവചനം എന്താണ്? ഭർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്നതാണ് പാതിവൃത്യമെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ 5 ഭർത്താക്കന്മാരോട് വിശ്വസ്തത പുലർത്താം. ഓരോരുത്തരുടെയും അടുത്ത് ഞാൻ എന്നെ അർപ്പിക്കുമ്പോൾ പൂർണ്ണമായും സമർപ്പിക്കണം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഞാൻ പതിവ്രതയല്ലാതാകും. ഞാൻ ആലോചിച്ചു. മനുഷ്യ മനസ്സ് അവിശ്വാസവും രഹസ്യവും നിറഞ്ഞതാണ്. അത് പൂർണ്ണമായും ആർക്കെങ്കിലും സമർപ്പിക്കാനാകുന്നോ ഇല്ലയോ എന്ന് അതിനുപോലും ഞാൻ അറിയുവാൻ പറ്റുകയില്ല. അക്കാരണത്താൽ ഞാൻ പതിവ്രതയല്ലാതായി തീർന്നെങ്കിൽ പോലും ദുഃഖമില്ല. 5 സഹോദരന്മാരുടെ കൂട്ടത്തിൽ അർജുനനെയും ഭർത്താവായി ലഭിക്കുമല്ലോ. അതുതന്നെ എൻ്റെ എല്ലാ ദുഃഖങ്ങളും ദൂരീകരിക്കുവാൻ പര്യാപ്തമാണ്. ഞാൻ ദൃഢസ്വരത്തിൽ പറഞ്ഞു. പഞ്ചപാണ്ഡവന്മാരെ ഭർത്താക്കന്മാരായി സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണ്. അമ്മയുടെ മുഖം തെളിഞ്ഞു, ആശീർവദിച്ചു. യശസ്വിനിയായി തീരട്ടെ. വരുവാനിരിക്കുന്ന യുഗങ്ങളിലെ സ്ത്രീ പുരുഷന്മാർ 5 ഭർത്താക്കന്മാരെ വരിച്ച പാഞ്ചാലിയുടെ യശസ് എങ്ങനെ വർണ്ണിക്കുമെന്ന് ആലോചിച്ച് ഞാൻ അന്യമനസ്കയായി. എൻ്റെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ നാടകീയമാണ്. ഇന്നു മുതൽ ജീവിതത്തിലെ ബാക്കി നിമിഷങ്ങൾ 5 തരത്തിൽ അഭിനയിക്കണം. 5 ഭർത്താക്കന്മാരുടെ വ്യക്തിത്വവും അഭിരുചികളും അനുസരിച്ച് പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരവും മനസ്സും സജ്ജമാക്കണം. അന്ന് കുശവക്കുടലിൽ എൻ്റെ ആദ്യ രാത്രി. ഭർത്താവിനോടൊത്ത് ശശ്രുവിനോടൊത്ത് ആകെ ഒരു മുറി. തൃണശയ്യയിൽ വയ്യക്രമം അനുസരിച്ച് 5 ഭർത്താക്കന്മാരും ഉറങ്ങി. ശയ്യയുടെ മേൽഭാഗത്ത് മക്കളുടെ ശിരസ് തൊട്ടുകൊണ്ട് അമ്മ കിടന്നു. ഭർത്താക്കന്മാരുടെ പാദത്തിനടുത്ത് എൻ്റെ കിടക്ക. പഞ്ചഭൂത നിർമ്മിതമായ ശരീരം തലയണയാക്കി 10 പാദങ്ങൾ അതിൽ വിശ്രമിക്കും. എനിക്ക് ചേർന്ന സ്ത്രീധർമ്മം അതായിരിക്കും. എങ്കിലും ഒരു സ്ത്രീ ഒരേ സമയത്ത് ഒന്നിലേറെ പുരുഷന്മാരുടെ കൂടെ ശയിക്കുക എത്ര ലജ്ജാകരവും ദുഃഖകരവുമാണ്. എനിക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമോ? ഒരുമിച്ച് 5 ഭർത്താക്കന്മാരുടെ പാദസ്പർശം ഏൽക്കുന്നത് എത്ര ലജ്ജാകരമാണ്. ഞാൻ തലകുനിച്ച് ആലോചിച്ചുകൊണ്ടേയിരുന്നു. ഇതുവരെ വിധിപ്രകാരം എൻ്റെ വിവാഹം നടന്നില്ല. അതിനാൽ എൻ്റെ സ്ഥാനം അമ്മയുടെ കാൽക്കലാണ്. ഞാൻ രാത്രി മുഴുവൻ അമ്മയുടെ പാദങ്ങൾ തടവിക്കൊണ്ടേയിരുന്നു. കണ്ണുനീർ തുള്ളികൾ അമ്മയുടെ പാദങ്ങളിൽ വീണു. അമ്മ അമ്പരന്നില്ല. ഞാൻ കരയുകയാണെന്ന് അമ്മയ്ക്കറിയാമായിരുന്നു. അടക്കിയ സ്വരത്തിൽ എന്നോട് പറഞ്ഞു, എനിക്കറിയാം നിന്റെ ദുഃഖം. നിന്റെ ശശ്വരനെ വിവാഹം ചെയ്തപ്പോൾ ഞാനും സുഖജീവിതം സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ അദ്ദേഹം ശാപാഗ്രസ്തനായിരുന്നു. അതിലും എനിക്ക് ദുഃഖമില്ലായിരുന്നു. അമ്മയാകുവാനുള്ള വിഫലമായ കാമനയിൽ ഒരിക്കൽ വിധിയെ പഴിച്ചില്ല. ഭർത്താവിൻ്റെ പാദങ്ങൾ ധ്യാനിച്ച് അദ്ദേഹത്തിന് സുഖവും സന്തോഷവും നൽകി വംശരക്ഷയ്ക്കായി രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി സന്താനോത്പാദനം നടത്തുവാൻ ഭർത്താവിൻ്റെ അഭിപ്രായം മാനിച്ച് ഞാൻ യമധർമ്മൻ, ദേവേന്ദ്രൻ, അശ്വിനി കുമാരന്മാർ മുതലായ ദേവന്മാരുടെ പുത്രന്മാരെ ഗർഭം ധരിച്ചു, പ്രസവിച്ചു. ചിലപ്പോഴൊക്കെ ഇത് കാരണം എനിക്ക് പരിഹാസവും ശകാരവും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. എല്ലാം സഹിച്ചു. ഒരു പാപവും ചെയ്തിട്ടില്ല, പുണ്യമേ ചെയ്തിട്ടുള്ളൂ എന്നെപ്പോഴും മനസ്സിൽ ഉദ്ബോധനം നൽകിക്കൊണ്ടേയിരുന്നു. ഞാൻ പ്രവർത്തിച്ചതെല്ലാം ലോക നന്മയ്ക്ക് ആവശ്യമായിരുന്നു. ഇന്നത്തെ നിന്റെ അവസ്ഥയും ഭൂമിയിലെ ധർമ്മരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് സ്വയം പുണ്യവതിയാണെന്ന് കരുതാണ്. ഭൂമിയിലെ നന്മയ്ക്ക് വേണ്ടി സ്വയം ബലിയർപ്പിക്കുവാനുള്ള ഭാഗ്യം എത്ര പേർക്ക് ലഭിക്കും? അമ്മ മനഃപൂർവ്വം എന്നെ ഈ പരിതസ്ഥിതിയിൽ കൊണ്ടെത്തിച്ചതാണെന്ന് പെട്ടെന്ന് തോന്നി. ഭർത്താവിൻ്റെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ പോലും പല ദേവന്മാരുടെയും പുത്രന്മാരെ പ്രസവിച്ചത് കാരണം അമ്മയുടെ മനസ്സ് പാപബോധവും ലജ്ജയും കാരണം ചിലപ്പോൾ വ്യാകുലമായിരിക്കുന്നതായിരിക്കും. പശ്ചാത്താപം തോന്നിയിരിക്കാം. ഒരുപക്ഷെ മറ്റുള്ളവരുടെ പരിഹാസനത്തിന് ഇരയാകേണ്ടി വന്നേക്കാം. പുത്രവധുവിൻ്റെ മുൻപിൽ ലജ്ജ തോന്നിയിട്ടുണ്ടോ? കൊച്ചാണെന്നോ തോന്നൽ കൊണ്ടോ എന്തോ അമ്മ മനഃപൂർവ്വം 5 ഭർത്താക്കന്മാരെ വരിക്കുവാനുള്ള അവളെ നിർബന്ധിതയാക്കിയതായിരിക്കും. സന്താന ലബ്ധിക്ക് വേണ്ടി അവർ പല പുരുഷന്മാരുമായി ബന്ധപ്പെട്ടു. പുത്രവധു അതറിഞ്ഞ് പരിഹസിക്കുമോ എന്നും മോശമായി വീക്ഷിക്കുമോ എന്നും വിചാരിച്ച് ഗൂഢാലോചന നടത്തിയതാണോ ഇത്? അതോ ജ്യേഷ്ഠത്തിയായ ഗാന്ധാരിയുടെ 100 പുത്രന്മാരെ അമർച്ച
അങ്ങനത്തെ ഒരു അമർച്ച ചെയ്തത് സ്വന്തം പുത്രന്മാരെ രാജസിംഹാസനത്തിൽ അവരോധിക്കുന്നതിന് അവർ ഏക മനസ്സോടെ ഏകപ്രാണനായി ജീവിക്കുമെന്ന് വിചാരിച്ചതാണോ ഇത് ചെയ്തത്? എന്തായാലും ഇക്കാര്യം ആകസ്മികമല്ല. ആലോചിക്കും തോറും എൻ്റെ മനസ്സ് നീറിക്കൊണ്ടേയിരുന്നു. എൻ്റെ സഹോദരന്മാർ ഒളിച്ചും പതുങ്ങിയും ഞങ്ങളെ പിന്തുടർന്നു. ഈ ബ്രാഹ്മണന്മാർ ആരാണെന്ന് അറിയുവാൻ വേണ്ടി അച്ഛൻ അയച്ചതാ. എല്ലാ വിവരങ്ങളും ശേഖരിച്ച് സംതൃപ്തനായ അയാൾ പാഞ്ചാല രാജധാനിയിലേക്ക് മടങ്ങി. അടുത്ത ദിവസം രാവിലെ അച്ഛൻ പല്ലക്കും കുതിരകളും മറ്റും അയച്ചു. പഞ്ചപാണ്ഡവന്മാരും കുന്തിദേവിയും ഞാനും തിരികെ പോയി അദ്ദേഹത്തിൻ്റെ അഭീഷ്ടം പൂർണ്ണമാക്കുകയാണ്. അച്ഛൻ ആഡംബരത്തോടെ വിവാഹം നടത്തുവാനുള്ള ഏർപ്പാടുകൾ ചെയ്തു തുടങ്ങി. 5 വിവാഹ വേദികൾ ഉണ്ടാക്കണമെന്ന് കുന്തിദേവി ആവശ്യപ്പെട്ടപ്പോൾ അച്ഛൻ ആശ്ചര്യത്തോടെ ചോദിച്ചു, മധ്യമപുത്രന് വേറെ 4 കന്യകമാരെ കൂടി തിരഞ്ഞെടുത്തിട്ടുണ്ടോ? അതോ മറ്റു 4 പുത്രന്മാർക്കും കന്യകയെ തിരഞ്ഞെടുത്തുവോ? കുന്തിദേവി ശാന്തസ്വരത്തിൽ പറഞ്ഞു, അങ്ങയുടെ മകൾ കൃഷ്ണ എൻ്റെ 5 പുത്രന്മാരെയും ഭരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് കൃഷ്ണയുമായി 5 പേരുടെ വിവാഹം യഥാക്രമം നടത്തണം. അമ്മയുടെ വാക്കുകൾ കേട്ട് അച്ഛൻ ആശ്ചര്യപ്പെട്ടു. അമ്പരപ്പോടെ അദ്ദേഹം പറഞ്ഞു, എന്താണ് ഈ പറയുന്നത്? ഒരു പുരുഷൻ ഒന്നിലേറെ സ്ത്രീകളെ വിവാഹം ചെയ്യുന്ന ഏർപ്പാടുണ്ട്. എന്നാൽ ഒരു സ്ത്രീ ഒന്നിലേറെ പുരുഷന്മാരെ വിവാഹം ചെയ്താൽ സ്ത്രീധർമ്മം നശിച്ചു പോവുകയില്ലേ? എൻ്റെ മകൾ ഇങ്ങനെ വിവാഹം ചെയ്താൽ ലോകം പരിഹസിക്കും, അവളുടെ ധർമ്മം നശിക്കും. യുധിഷ്ഠിരൻ നമ്രസ്വരത്തിൽ പറഞ്ഞു, ഗുരുജനങ്ങളുടെ ആജ്ഞ അനുസരിക്കുന്നത് മനുഷ്യന്റെ പരമധർമ്മമാണ്. പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് പരശുരാമൻ മാതൃഹത്യ ചെയ്തു. ഞങ്ങൾക്ക് ബാല്യത്തിലെ പിതാവ് നഷ്ടപ്പെട്ടു. അമ്മയാണ് ഞങ്ങളുടെ എല്ലാം. അമ്മയുടെ ആജ്ഞ പ്രകാരം ഞങ്ങൾ 5 പേരും കൃഷ്ണയെ വിവാഹം ചെയ്താൽ അത് ഞങ്ങളുടെ ധർമാചാരണമായിരിക്കും. ദുഷ്ടദ്യുമ്നൻ വിരക്തിയോടെ പറഞ്ഞു, ഗുരുജനങ്ങളുടെ ആജ്ഞ അന്യായപൂർണമാണെങ്കിലും അതനുസരിക്കുന്നതാണോ ധർമ്മം? യുധിഷ്ഠിരൻ ശാന്തവും നമ്രവുമായ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ അമ്മ ആര്യാവർത്തത്തിലെ ധർമ്മപാരായണിയായ വിദൂഷിയ. അമ്മയുടെ ആജ്ഞ ഒരിക്കലും അന്യായമാവുകയില്ല. 2 പേരുടെയും തർക്കം വർദ്ധിക്കുന്നത് കണ്ട് അച്ഛൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, പ്രഥമ പാണ്ഡവ, അർജുനൻ കൃഷ്ണയെ സ്വയംവരത്തിൽ നേടിയതിൽ എനിക്ക് അഭിമാനമുണ്ട്. കൃഷ്ണയെ 5 ഭർത്താക്കന്മാർ വരിക്കുന്നതിൽ അർജുനൻ എതിർപ്പുണ്ടെങ്കിൽ ഇങ്ങനെ മുൻപെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? യുധിഷ്ഠിരൻ പുരാണങ്ങളിൽ നിന്ന് ഉദാഹരണങ്ങൾ ഉദ്ധരിച്ചു. ജഡില ധർമ്മരക്ഷാർത്ഥം 7 ഭർത്താക്കന്മാരെ വരിച്ചു. ധർമ്മരക്ഷാർത്ഥം ഒന്നിലേറെ ഭർത്താക്കന്മാരെ സ്വീകരിക്കുന്നത് പാപമല്ല. അപ്പോൾ കൃഷ്ണദ്വൈപായൻ അവിടെയെത്തി. അച്ഛൻ്റെ ചിന്തയ്ക്ക് അപ്പോഴും മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു, ദ്രുപദ മഹാരാജാവേ, മുത്തായാലും പൂവായാലും ദേവന്റെ കഴുത്തിലെ ആ ഒരു ശോഭ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത് മാലയിൽ കോർക്കുന്നത്. നേർത്ത നൂലിലല്ലാതെ മുത്തേതോ പൂവേവോ ഒരുമിച്ച് കോർക്കുക സാധ്യമല്ല. ഇന്നതുപോലെ ആര്യാവർത്തത്തിലെ ധർമ്മരക്ഷാർത്ഥം പഞ്ചപാണ്ഡവന്മാർ ഒരു മാല പോലെ ഒന്നിച്ച് കോർക്കേണ്ടത് അത്യാവശ്യമാണ്. അവരെ ഒന്നിച്ച് ബന്ധിക്കുന്നതിന് നിങ്ങളുടെ സുന്ദരിയായ മകൾ കൃഷ്ണയ്ക്ക് മാത്രമേ കഴിയൂ. പുഷ്പാഹാരം ദേവന്റെ കഴുത്തിൽ ശോഭ വർദ്ധിക്കും. എന്നാൽ പുഷ്പങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന നൂലിൻ്റെ പ്രാധാന്യം അവർക്ക് അവഗണിക്കുവാൻ കഴിയുമോ? അതുപോലെ പഞ്ചപാണ്ഡവന്മാർ ആര്യാവർത്തത്തിൽ ധർമ്മസംസ്ഥാപനം നടത്തുമെങ്കിലും കൃഷ്ണയുടെ മഹത്തായ പങ്ക് ചരിത്രത്തിൽ പുണ്യലിപികളിൽ ആലേഖനം ചെയ്യപ്പെടും. യജ്ഞകുണ്ടത്തിൽ നിന്ന് ജനിച്ച കൃഷ്ണയുടെ ജീവിത വിവിഷ്ടമാണ്, അതുല്യമാണ്. പിന്നെന്തിനീ ചിന്താകുഴപ്പം? ചിന്താകുഴപ്പമില്ലാതെയായി. ഞാൻ പഞ്ചപുഷ്പങ്ങളെ കോർക്കു നിൽക്കുന്ന നേർത്ത നൂലായി തീർന്നു. അതിനെ ആരും കാണുകയില്ല. അതിൻ്റെ ദുഃഖമാരും തിരിച്ചറിയുകയുമില്ല. അതിൻ്റെ യാതനയുടെ വിളി ആരും കേൾക്കുകയുമില്ല. അങ്ങനെ വിവാഹോത്സവം 5 ദിവസം നീണ്ടുനിന്നു. രാജപുരോഹിത ധൗമ്യൻ എൻ്റെ കൈപിടിച്ച് പഞ്ചപാണ്ഡവന്മാരിൽ ഓരോരുത്തരുടെയും കൈകൂടി ചേർത്തു വെച്ചു. 5 തവണ അഗ്നിസാക്ഷിയായി ഞാൻ 5 ഭർത്താക്കന്മാരെ വഹിച്ചു. 5 പ്രാവശ്യം പ്രതിജ്ഞ ചൊല്ലി മനസാ വാചാ കർമ്മണ ഞാൻ അടങ്ങേണ്ടതാണ്. അങ്ങയുടേത് മാത്രമാണ്. അങ്ങയോട് ഒരിക്കലും അസത്യം ആചരിക്കുകയില്ല. ഞാൻ പറയുന്നത് സത്യം, സത്യം, സത്യം. എൻ്റെ മനസ്സിലൊരു ചോദ്യമായിരുന്നു, ഇത് സാധ്യമാണോ? ഇത് സത്യമോ ആത്മവഞ്ചനയോ? ആദ്യമായി പുരോഹിതൻ വിവാഹവേദിയിൽ യുധിഷ്ഠിരൻ്റെ കയ്യിൽ നിന്നും എൻ്റെ കൈ വെച്ചു കൊടുത്തു. അന്ന് രാത്രിയിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം സംഗമം നടത്തണം. അതുതന്നെ സംഭവിച്ചു. അച്ഛൻ 5 വസതികൾ ഏർപ്പാട് ചെയ്തു. എൻ്റെ 5 ഭർത്താക്കന്മാർ അവിടെ താമസിച്ചു. മധുരമായ ആദ്യ രാത്രിക്ക് വേണ്ടി 5 ഗേളി കുഞ്ചങ്ങൾ സജ്ജീകരിച്ചു. 5 കൊട്ടാരങ്ങളും വിശേഷാൽ ആഡംബരങ്ങളോടുകൂടി. ആദ്യ രാത്രിയിൽ ഞാൻ യുധിഷ്ഠിരന് ഭക്തി അർപ്പിച്ചു. ഭക്തിയല്ലാതെ അദ്ദേഹത്തിന് എന്താണ് സമർപ്പിക്കുവാൻ കഴിയുക? യുധിഷ്ഠിരൻ അത് സുന്ദരൻ, സൗമ്യവും ശാന്തവുമായ മുഖം. പ്രഥമ ദർശനത്തിൽ തന്നെ എല്ലാ ക്രോധവും ഒഴുകിപ്പോയി. വാസ്തവത്തിൽ എന്നിൽ ആകൃഷ്ടയായ അദ്ദേഹം ഇങ്ങനെയൊരു വ്യവസ്ഥ ഉണ്ടാക്കിയതിൽ അദ്ദേഹത്തെ കുറ്റം പറയുവാനാകുമോ? സ്ത്രീ ശരീരത്തിൽ ഇത്രയും സൗന്ദര്യവും യൗവനവും നിറയുകയും പുരുഷന്റെ കണ്ണുകൾ സൗന്ദര്യദാഹം നിറയ്ക്കുകയും ചെയ്തത് ശക്തിയുടെയല്ലേ തെറ്റ്? ഞാൻ അദ്ദേഹത്തെ പ്രണമിച്ചു.
ശാന്തകോമള സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, ധ്രുപദ നന്ദിനി, നിങ്ങളുടെ മനസ്സിൽ ദുഃഖം അല്പവുമില്ലേ? ഇങ്ങനൊരു വിവാഹത്തിന് നിങ്ങളെ ഒരു വിധത്തിൽ ബാധ്യസ്ഥയാക്കുകയാണല്ലോ ചെയ്തത്. ഞാൻ കൊള്ളരുതാത്ത ഒരുവനാണെന്ന് തോന്നുന്നുണ്ടോ? അതിൽ വിഷമമുണ്ടോ? നമ്രമുഖിയായി നിന്ന് ഞാൻ ആലോചിച്ചു. ഇപ്പോൾ ഈ ചോദ്യം എന്തിന്? വിഷമമുണ്ടെങ്കിലും ഇനി എന്തെങ്കിലും ഉപായമുണ്ടോ? ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങ് ധർമ്മരാജനാണ്. എന്തു പ്രവർത്തിച്ചാലും ധർമ്മത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ട്. ഇതിൽ വിഷമമുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾക്ക് അധർമ്മത്തോട് ആദരവില്ലെന്നാണ്. ഞാൻ ധർമ്മത്തിൻ്റെ യജ്ഞകുണ്ടത്തിൽ നിന്നും ജന്മമെടുത്തവളാണ്. അതിനാൽ ധർമ്മത്തോട് എനിക്ക് ഗാഢമായ അനുരാഗമുണ്ട്. യുധിഷ്ഠിരൻ പ്രബല ചിത്തനായി. ചെറു ശിശുവിൻ്റെ നിഷ്കളങ്കമായ മുഖം പോലെയുള്ള അദ്ദേഹത്തിൻ്റെ കോമള മുഖം നിഷ്പാസ സൗന്ദര്യത്തിൽ അനുഭവമായി കാണപ്പെട്ടു. അത്യന്തം ആദരവോടെ അദ്ദേഹം പറഞ്ഞു, യജ്ഞസേനി, നിങ്ങളുടെ ജനന വൃത്താന്തം കേട്ടപ്പോൾ തന്നെ ഞാൻ നിങ്ങളിൽ ആകൃഷ്ടയായി. നിങ്ങളെ കൂടാതെ ധർമ്മരക്ഷ സാധിക്കുകയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് നിന്നെ സ്വന്തമാക്കേണ്ടി വന്നു. അഗ്നിസാക്ഷിയായി നിങ്ങൾ എന്നെ വിവാഹം ചെയ്തു. അത് തന്നെ ധാരാളം. എനിക്ക് മറ്റൊന്നും വേണ്ട. നിങ്ങൾ അർജുനനെ പ്രാപിക്കപ്പെടേണ്ടവളാണ്. അയാളാണ് സ്വയംവരത്തിൽ ജയം നേടിയത്. അതുകൊണ്ട് അയാളോടൊപ്പം നിങ്ങൾ കുടുംബം സ്ഥാപിക്കുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. നാം തമ്മിൽ ഈ പവിത്രമായ ബന്ധം ഇങ്ങനെ തുടരട്ടെ. ഇതുമൂലം അമ്മയുടെ വാക്ക് ലംഘിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ സ്ത്രീത്വം അപമാനിക്കപ്പെടുന്നുമില്ല. മറ്റ് സഹോദരന്മാർ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് അസഹ്യമായ ക്രോധമുണ്ടായി, ഘോരമായ അപമാനബോധവും. തീക്ഷ്ണദൃഷ്ടിയോടെ യുധിഷ്ഠിരനെ നോക്കി. അങ്ങ് ധർമ്മരാജനായി പൂർജാഹാനായി. ഞാൻ ജീവിതകാലം മുഴുവൻ അസത്യത്തിൽ കഴിഞ്ഞ് പാപമാർജിക്കണമല്ലേ? അഗ്നിയെ സാക്ഷി നിർത്തി 5 പേരെ ഭർത്താവാക്കന്മാരാക്കി വിരിച്ച ശേഷം ഒരാളിനോട് മാത്രം ഭാര്യയുടെ കർത്തവ്യം അനുഷ്ഠിക്കണമെന്ന് ലോകം എന്നെ സതിയല്ലെന്ന് പറഞ്ഞുകൊള്ളട്ടെ. എന്നാലും ഭർത്താക്കന്മാരുടെ ജീവിതകാലം മുഴുവൻ അസത്യവും വിശ്വാസവഞ്ചനയും കാണിക്കുന്നത് എങ്ങനെയാണ്? ഒരുപക്ഷെ യുധിഷ്ഠിരൻ എന്നിൽ നിന്ന് ഈ ഉത്തരമായിരിക്കും പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം മധുരസ്വരത്തിൽ പറഞ്ഞു, നിങ്ങളവിടെ ആർക്കാണ് പ്രലോഭനം തോന്നാത്തത്? എന്നാൽ ഞങ്ങളെ 5 പേരെയും തൃപ്തിപ്പെടുത്തുക എളുപ്പമല്ല. ഞങ്ങൾ 5 പേർക്കും 5 തരം അഭിരുചിതകൾ, 50 മനോഭാവങ്ങളുമുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർ ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ നിങ്ങളെ എങ്ങനെ കാണുവാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെയല്ല മറ്റുള്ളവർ കാണുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളോട് അമ്പലത്തിൽ പോകുവാൻ പറയുമ്പോൾ ഭീമൻ അടുക്കളയിൽ പോകുവാൻ പറയും. നായാട്ടിന് പോകണമെന്ന് അർജുനൻ പറയും. കുതിരപ്പുറത്തിരുന്ന് കാട്ടിലൂടെ ചുറ്റി സഞ്ചരിക്കാമെന്നായിരിക്കും നകുലൻ്റെ ആഗ്രഹം. ഏകാന്തതയിൽ വീട്ടുമുറ്റത്തിരുന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കണമെന്ന് സഹദേവൻ പറയും. അപ്പോൾ എന്തു ചെയ്യും? ആര് പറയുന്നതനുസരിക്കും. ഞാൻ ചിന്താമഗ്നയായി, എങ്കിലും പ്രകടിപ്പിച്ചില്ല. അങ്ങ് എന്ത് ആജ്ഞാപിക്കുന്നുവോ അതുപോലെ നടക്കും. അങ്ങയുടെ ആജ്ഞ മറ്റു സഹോദരന്മാർ പാലിക്കും. യുധിഷ്ഠിരൻ ആത്മാർത്ഥതയോടെ പറഞ്ഞു, സംഗതി അത്ര എളുപ്പമുള്ളതല്ല. നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. പരീക്ഷ സ്വഭാവം നിങ്ങൾക്ക് പരിഹിതമില്ല. തൻ്റെ ഇഷ്ടവസ്തുവിൽ അന്യൻ അവകാശം പറയുന്നത് അവൻ സഹിക്കുകയില്ല. നിങ്ങൾ 5 പേരുടെ പ്രിയതമയാണ്. ഞങ്ങളിൽ ആരും തന്നെ നിമിഷ നേരത്തേക്ക് പോലും നിങ്ങൾ ഞങ്ങളുടെ അടുത്തു നിന്ന് മാറുവാൻ സമ്മതിക്കുകയില്ല. ഒരാളും നേരിയ അവഗണന പോലും സഹിക്കുകയില്ല. അപ്പോൾ എന്താകും അവസ്ഥ? ഞാനിതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. ഒരിക്കലല്ല, പലതവണ. പക്ഷേ എൻ്റെ വിചാരങ്ങൾക്ക് എന്ത് വിലയാണുള്ളത്? അമ്മയുടെ വാക്ക് പാലിക്കുവാൻ വേണ്ടി എന്നെ ആഹൂതി ചെയ്തു കഴിഞ്ഞു. യുധിഷ്ഠിരനോടുള്ള ക്രോധം വീണ്ടും വർദ്ധിച്ചു. എല്ലാത്തിൻ്റെയും തുടക്കക്കാരൻ ഇതാഹം തന്നെ. എന്നിട്ടിപ്പോൾ ഈ വിശദീകരണം നൽകുന്നത് എന്തിനാണ്? ഇനിയൊരു മാറ്റവും സംഭവിക്കുകയില്ലെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. എന്നിട്ടും വീൺ വാക്കുകൾ പകർന്ന് അവതരിപ്പിക്കുന്നത് എന്തിന്? ഞാൻ ദൃഢസ്വരത്തിൽ പറഞ്ഞു, ഞാൻ കാരണം നിങ്ങൾക്കാർക്കും ഒരു ക്ലേശവും ഉണ്ടാകുകയില്ല. എല്ലാവർക്കും സമ്പൂർണ്ണ രൂപത്തിൽ ഞാൻ ലഭ്യമാകുമെന്ന് ഉറപ്പു തരുന്നു. കൃഷ്ണഭൂമിയെപ്പോലെ സർവസംഹ അല്ലായിരിക്കാം. എങ്കിലും വക്രതയും വിശ്വാസവഞ്ചനയും അവൾ വെറുക്കുന്നു. യുധിഷ്ഠിരൻ എൻ്റെ മറുപടി കാത്തു നിൽക്കുകയായിരുന്നു. വരൂ യജ്ഞസേനി, എൻ്റെ ജീവിതത്തിലെ ധർമ്മയജ്ഞത്തിൽ പങ്കാളിയാകുവാൻ എൻ്റെ ധർമ്മപത്നിയായി തീരുക. നിങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്ത്രീ. ഞാൻ എന്നെ ദാർഢ്യമുള്ളവളാക്കി. ധർമ്മരാജനായ യുധിഷ്ഠിരൻ്റെ പത്നിയാകുവാൻ ആര്യാവർത്തത്തിലെ എത്രയോ രാജകന്യകന്മാർ തപസ് ചെയ്യുന്നുണ്ടാകും. ഞാനാകട്ടെ തപോബലം കൂടാതെ തന്നെ അദ്ദേഹത്തെ നേടിയിരിക്കുന്നു. എന്നാൽ ഞാൻ ഇപ്പോഴും അർദ്ധകന്യകയാണ്. എൻ്റെ വിവാഹം ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. അഗ്നിസാക്ഷിയായി ഇനി 4 ഭർത്താക്കന്മാരെ വരിക്കേണ്ടതാകും. അതിനു മുമ്പായി എൻ്റെ കന്യകാത്വം ബലിയർപ്പിക്കുന്നത് ഉചിതമല്ല. എൻ്റെ മുൻപിൽ എൻ്റെ ഭർത്താവ് നിൽക്കുന്നു. ധർമാത്മാവും സൗമ്യനും വീരനും ജ്ഞാനിയുമായ ഹസ്തിനാപുരിയിലെ യുവരാജാവ്. ഇന്നെൻ്റെ ആദ്യ രാത്രിയാണ്. എന്നാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എന്നെ സമർപ്പിക്കുവാൻ കഴിയുന്നില്ല. 5 ഭർത്താക്കന്മാരിൽ ഓരോരുത്തരുമായുള്ള വിവാഹം നടക്കുന്നതുവരെ എനിക്കെൻ്റെ കന്യകാത്വം കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ ഇങ്ങനെയൊരു വിധി, ഇങ്ങനെയൊരു സംഘർഷം, ഇത്ര വിഷമം പിടിച്ച ഒരു തിരിവ് മറ്റൊരു ജീവിതത്തിൽ സംഭവിച്ചു കാണുമോ?
ഭാവിയിലും ഇങ്ങനെ സംഭവിക്കുവാനിടയില്ല. ഞാൻ വിനീത സ്വരത്തിൽ പറഞ്ഞു, ധർമ്മരാജൻ, എന്നോട് ക്ഷമിക്കണം. എൻ്റെ വിവാഹം ഇനിയും പൂർത്തിയായിട്ടില്ല. പുലരിന് മുൻപ് സൂചിസ്നാനം ചെയ്തിട്ട് വീണ്ടും മണ്ഡപത്തിലിരിക്കേണ്ടവളാണ് ഞാൻ. വൈദിക വിധിപ്രകാരം അഗ്നിസാക്ഷിയായി ഭർത്താവിനെ വരിക്കുവാനുള്ള യോഗ്യത കന്യകയായ യുവതിക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് ശരിയാണെന്ന് അങ്ങേക്ക് മനസ്സിലാകുമല്ലോ. യുധിഷ്ഠിരൻ ചിരിച്ചു. ആ ചിരിയിൽ കാപട്യമില്ലായിരുന്നു, പശ്ചാത്താപവുമില്ലായിരുന്നു, കാരുണ്യമില്ലായിരുന്നു, തീവ്രവേദനയിലായിരുന്നു. ശാന്തസ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, ജീവിതത്തിലെ ആദ്യ പരീക്ഷയിൽ നിങ്ങൾ അനായാസേന വിജയിച്ചു. നിങ്ങളുടെ സത്യനിഷ്ഠയും ആത്മനിയന്ത്രണവുമാണ് എനിക്ക് കാമ്യം. പറയൂ, രാത്രി എങ്ങനെ കഴിച്ചുകൂട്ടും? ഭർത്താവിനെ ഓർത്ത് എൻ്റെ മനസ്സിൽ ദുഃഖം നിറഞ്ഞു. അദ്ദേഹം തൻ്റെ ആഗ്രഹങ്ങളും ആസക്തിയും എത്ര സഹജമായി നിയന്ത്രിച്ചു. അദ്ദേഹത്തിന് ക്ലേശമുണ്ടായിരിക്കും കാണുകയില്ലേ? എന്നെ മനസ്സാ ശപിക്കുന്നുണ്ടായിരിക്കും. മൃദുസ്വരത്തിൽ ഞാൻ പറഞ്ഞു, അങ്ങ് വിശ്രമിച്ചാലും അങ്ങയ്ക്ക് സുഖനിദ്ര ലഭിക്കുവാൻ വേണ്ടി ഞാൻ പാദസേവ ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ രാത്രി കടന്നു പോകും. അദ്ദേഹം എതിർവാദം പുലർപ്പിച്ചു. നിങ്ങൾ വിശ്രമിക്കൂ, നല്ല ക്ഷീണം കാണും. കാട്ടിലൂടെ ഞങ്ങളുടെ കൂടെ നടന്ന് നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടു. എന്നെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെടേണ്ട, ഞാൻ കളിച്ചുകൊണ്ടിരിക്കാം. കളിയോ? അതെ, ചൂതുകളി. ആരുടെ കൂടെ? ഒറ്റയ്ക്ക്. അദ്ദേഹം ചിരിച്ചു. ഞാൻ ആശ്ചര്യത്തോടെ ചോദിച്ചു, ഒറ്റയ്ക്കോ? എല്ലാവരും കളിക്കുന്നു. എല്ലാവരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, ഞാൻ, ഭൂമിയിലെ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും കീടങ്ങളും പറവകളും. നാം ആരും സ്വയം കളിക്കുന്നില്ല. ആരോ നമുക്ക് നിർദ്ദേശം തരുന്നു, നാം കളിക്കുന്നു. ഈ ഭൂമിയിൽ എല്ലാവരും സ്വന്തം ജീവിതം കഴിച്ചു കൂട്ടുന്നു, തങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. യുധിഷ്ഠിരൻ അവിഷയഭരിതനായി തീർന്നു. ഞാൻ പതുക്കെ പറഞ്ഞു, പക്ഷെ ആർക്കും ഒറ്റയ്ക്ക് പാശി കളിക്കുവാൻ പറ്റുകയില്ലല്ലോ. യുധിഷ്ഠിരൻ പറഞ്ഞു, യജ്ഞസേനി, ഈ ആദ്യ രാത്രിയിൽ തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗർബല്യം അറിയിക്കേണ്ടത് എൻ്റെ ധർമ്മമാണ്. ഈ ചൂതുകളിയാണ് എൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം. മറ്റെല്ലാ രംഗത്തും സംയമനം പാലിക്കുവാൻ എനിക്ക് കഴിയും. ചൂതുകളി ഒഴികെ ഈ ദൗർബല്യത്തിന് ഒരു കാരണവുമുണ്ട്. ഞാൻ ജിജ്ഞാസയോടെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ ആലോചിച്ചു. ചൂതുകളി ഒരു രാജകീയ വിനോദമാണ്. രാജാക്കന്മാർക്ക് അങ്ങേയറ്റം ആനന്ദം നൽകുന്ന കളി. പക്ഷേ ഇതിലൊരു രാജാവിന് ദൗർബല്യമുണ്ടാകുന്നത് എന്തുകൊണ്ട്? രാജ്യം ജയിക്കൽ, ശത്രുസംഹാരം, ദാനലാഭം, രത്നലാഭം, മദ്യം, മദിരാശി എന്നിവയോട് രാജാക്കന്മാർക്ക് ഏറെയും കുറഞ്ഞും ദൗർബല്യമുണ്ട്. എന്നാൽ ധർമ്മരാജന് ചൂതുകളിയോട് ദൗർബല്യം എന്തുകൊണ്ടുണ്ടായി? ഒരുപക്ഷെ അതിനു പിന്നിൽ കൗമാരത്തിലെ എന്തെങ്കിലും ശാഠ്യമുണ്ടായിരിക്കാം. അതിപ്പോൾ ദൗർബല്യമായി പരിണിച്ചതുമാകാം. ബാല്യത്തിൽ ദ്രോണാചാര്യനിൽ നിന്ന് വിദ്യ അഭ്യസിച്ച കാലത്ത് 5 പാണ്ഡവ സഹോദരന്മാർ ഒരിക്കലും ഒന്നിലും പരാജയമറിഞ്ഞിട്ടില്ല. വിദ്യാർത്ഥി ജീവിതത്തിൽ എല്ലാ പരീക്ഷകളും ഭംഗിയായി വിജയിച്ചു. ഗുരുവിൻ്റെ പ്രിയ ശിഷ്യന്മാരായി തീർന്നു. അത് കാരണം കൗരവ സഹോദരന്മാർക്ക് അവരോട് അഗാധമായ ഹിംസാദ്വേഷങ്ങൾ ഉണ്ടായി. മറ്റൊരു കാര്യത്തിലും പാണ്ഡവന്മാരെ പരാജയപ്പെടുത്തുവാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് അവർ ചൂതുകളിയെ ആശ്രയിച്ചു. വിദ്യാഭ്യാസ കാലത്ത് ചൂതുകളിക്ക് വിശേഷിച്ച സ്ഥാനമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് യുധിഷ്ഠിരൻ അതിൽ തോൽക്കുന്നത് സ്വാഭാവികം മാത്രമായിരുന്നു. കൗരവന്മാരാകട്ടെ ആ പ്രായത്തിൽ പഠിത്തം ഉപേക്ഷിച്ച് ചൂതുകളിയിൽ പരാംഗതരായി തീർന്നു. അവർ പഠിത്തത്തിൽ പിന്നോക്കം പോയി. പാണ്ഡവന്മാർ വീരന്മാരോ ചിന്താകന്മാരോ ആകട്ടെ ചൂതുകളിയിൽ തങ്ങളെ തോൽപ്പിക്കുവാൻ അവർക്കാവുകയില്ലെന്ന് കൗരവന്മാർക്കറിയാമായിരുന്നു. മറ്റു കളികളിൽ ഒരുപക്ഷെ തങ്ങളെ പരാജയപ്പെടുത്തിയേക്കാം. ഒരു കളിയിലും ഭീമനെ ജയിക്കുക പ്രയാസമായിരുന്നു. ജലക്രീഡയിലും ഭീമൻ 10ഓ 15ഓ കൗരവ കുമാരന്മാരെ ഒരുമിച്ച് പിടികൂടി ഏറെ നേരം വെള്ളത്തിൽ മുക്കിവെക്കുമായിരുന്നു. അവർ കൈകാലിട്ടടിക്കുകയും ശ്വാസം മുട്ടി വിഷമിക്കുകയും ചെയ്യുമ്പോൾ എവിടുമായിരുന്നു? ഇരുമ്പുണ്ട എളുത്ത് വനത്തിൽ കളിക്കുന്ന സമയത്ത് ശക്തിയായ ഇടികൊണ്ട് എതിർകക്ഷിയിൽ ഉള്ള 1-2 പേർക്കെങ്കിലും മുറിവ് പറ്റുമായിരുന്നു. കൗരവന്മാർ നിഷ്ഠുരന്മാരും ഭീമത്സമായ ആനന്ദം കാംക്ഷിക്കുന്നവരുമായിരുന്നു. അവർ വൃക്ഷങ്ങളിൽ കയറി കളിക്കുടുക്കും നശിക്കുമ്പോൾ കിളിക്കുഞ്ഞുങ്ങളെ കഴുത്ത് ഞെരിച്ചു വെള്ളുകയും ചെയ്യുമായിരുന്നു. അതിലവർ അതിയായ ആനന്ദം കണ്ടെത്തി. കൂട് നഷ്ടപ്പെട്ട ഇണക്കിളികൾ കുഞ്ഞുങ്ങളെ ഓർത്ത് വിലപിക്കുമായിരുന്നു. അപ്പോൾ കൗരവരുടെ അട്ടഹാസം അവരുടെ കാടത്തിന് ദൃഷ്ടാന്തമായിരുന്നു. ആ സമയത്ത് ഭീമൻ താഴെ നിന്ന് ആ മരം പിടിച്ചു കുലുക്കി അവരെ താഴെ വീഴ്ത്തുമായിരുന്നു. ചിലപ്പോൾ മരം വേരോടെ പിഴുതെടുത്ത് ആറ്റിലെറിയുമായിരുന്നു. ചൂതുകളിയിൽ ശരീരബലം ആവശ്യമില്ല. കൗരവന്മാർ ഏറിയവരുമായിരുന്നു. പാണ്ഡവന്മാരെ ഇടയ്ക്കിടയ്ക്ക് ചൂതുകളിക്കുവാൻ വിളിക്കുകയും ചെയ്യുമായിരുന്നു. ഭീമനും മറ്റ് സഹോദരന്മാരും അതിൽ വേണ്ടത്ര താല്പര്യം പ്രദർശിപ്പിക്കുമായിരുന്നില്ല. എന്നാൽ യുധിഷ്ഠിരൻ ബാല്യം മുതലൊക്കെ ആത്മാഭിമാനബോധം കൂടുതലുള്ള ആളായിരുന്നു. അദ്ദേഹം ചൂതുകളിയിൽ പങ്കെടുക്കുമായിരുന്നു. എപ്പോഴും തോൽക്കുകയും ചെയ്യുമായിരുന്നു. എങ്കിലും വീണ്ടും ക്ഷണിച്ചാൽ വീണ്ടും പോകും. കളിത്തുള്ള ക്ഷണം സ്വീകരിച്ചില്ല എങ്കിൽ പരാജയ ഭീതി കൊണ്ടാണ് താൻ ചെല്ലാതിരുന്നതെന്ന് അവർ വിചാരിച്ചാലോ? അതുകൊണ്ട് തോറ്റാലും അദ്ദേഹം പോയി കളിക്കുമായിരുന്നു.
ഇങ്ങനെ കളിച്ച് കളിച്ച് തീർച്ചയായും ചൂതുകളിയിൽ അവരെ പരാജയപ്പെടുത്തുമെന്നാണ് അദ്ദേഹം മനസ്സിൽ കരുതിയത്. ഈ വാശിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഒറ്റയ്ക്ക് ചൂതുകളി പരിശീലിച്ചു പോന്നു. അങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ദൗർബല്യമായി തീർന്നു. ജയവും തോൽവിയും രാജകീയ ബഹുമതി എന്ന നിലയിൽ അദ്ദേഹം സ്വീകരിച്ചു. ജയര പരാജയങ്ങൾ അദ്ദേഹം വിശേഷിച്ച് മഹത്വം കൽപ്പിച്ചിരുന്നില്ല. കൗമാരത്തിലെ ആ പരാജയ ദുഃഖം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ഊരാക്കുടുക്കായി കിടപ്പുണ്ടെന്ന് തോന്നുന്നു. ഓരോ മനുഷ്യനിലും ഏതെങ്കിലും ശാഠ്യമോ ദൗർബല്യമോ ദുശീലമോ ഉണ്ടായിരിക്കും. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ യുധിഷ്ഠിരൻ്റെ ഈ നിഷ്കളങ്കമായ ശാഠ്യം ക്ഷമിക്കത്തക്കതാണ്. ഹസ്തിനാപുരിയിലെ ഭാവി ചക്രവർത്തിയായവർ മറ്റെന്തെല്ലാം ശാഠ്യങ്ങളും ദൗർബല്യങ്ങളും ഉണ്ടാകാമായിരുന്നു. ഭാര്യയുടെ മുന്നിൽ ആദ്യ രാത്രിയിൽ തന്നെ അത് തുറന്നു പറഞ്ഞതിലൂടെ ഈ ദൗർബല്യവും അദ്ദേഹത്തിൻ്റെ മഹത്വമാക്കി മാറിക്കഴിഞ്ഞു. ഭാര്യയുടെ മുൻപിൽ തൻ്റെ സാധാരണമായ ഈ ദൗർബല്യം പ്രകടിപ്പിക്കുവാൻ ഭാവി ചക്രവർത്തിക്ക് ബാധ്യതയില്ല. ഇങ്ങനെ നോക്കുമ്പോൾ യുധിഷ്ഠിരൻ ഒരു മാതൃകാ ഭർത്താവാണെന്ന് തന്നെ പറയാം. ഞാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ പാദം തൊട്ട് വന്നിച്ചു. അദ്ദേഹം മൃദുസ്വരത്തിൽ പറഞ്ഞു, വിശ്രമിക്കൂ രാജകുമാരി. പുലരുന്നതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ ഉറക്കത്തിന് ഭംഗം വരുത്തുകയില്ല. ഇന്നെനിക്ക് കിടക്കുവാൻ പറ്റുകയില്ല. നിങ്ങളെ ലഭിച്ചതിൻ്റെ ആനന്ദം എൻ്റെ ഉറക്കം കെടുത്തിക്കളഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് കളിക്കുകയാണ്. 4 ദിവസം കഴിഞ്ഞ് നിങ്ങളും വീണ്ടും കെട്ടുപൊട്ടുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കുകയില്ല കളിക്കുന്നത്. അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചു. ഞാൻ അകമേയും ശക്തി സംഭരിക്കുകയായിരുന്നു. അഭിനയത്തിൻ്റെ ആദ്യ രാത്രി അവസാനിക്കുകയായിരുന്നു. രണ്ടാമത്തെ രാത്രി എൻ്റെ വ്യക്തിത്വം പരിവർത്തന വിധേയമാക്കേണ്ടതായിരുന്നു. രൂപാന്തരം പ്രാപിക്കേണ്ടി വരുന്നു. രൂപാന്തരമാണല്ലോ അഭിനയം. ഭീമൻ യുധിഷ്ഠിരനിൽ നിന്ന് വ്യത്യസ്തനാണ്. രൂപം, ഗുണം, വ്യക്തിത്വം, പെരുമാറ്റം, സംഭാഷണം എന്നിവയിലെല്ലാം വ്യത്യസ്തൻ. വാസഗൃഹത്തിൽ പ്രവേശിച്ച ഉടൻ തന്നെ അദ്ദേഹം എൻ്റെ കയ്യിൽ ശിരസ്ത്രാണം വെച്ചു തന്നു. വേഷവും അലങ്കാരങ്ങളും കയ്യിൽ പിടിപ്പിച്ചു. ഇനി അതെല്ലാം നിങ്ങളുടെ ജോലിയാണ്. വയറൊഴികെ മറ്റൊരു കാര്യത്തിലും എനിക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുകയില്ല. ശരീരത്തെയും വേഷത്തെയും കുറിച്ച് ഒരാളും ശ്രദ്ധയുമില്ല. നിങ്ങളെൻ്റെ വയറിൻ്റെ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊള്ളണം. മറ്റു കാര്യങ്ങളിലും ശ്രദ്ധ വേണം. ഞാൻ ഭോജനപ്രിയനാണ്. എൻ്റെ രണ്ടാമത്തെ ദൗർബല്യം സ്ത്രീയാണ്. എനിക്ക് സ്ത്രീകളോട് താല്പര്യം കൂടുതലുണ്ട്. ഹിഡുംബി ഇവിടെയില്ല. അവൾ ഒരിക്കലും ഹസ്തിനാപുരിയിൽ വരികയുമില്ല. അതാണ് അവളുമായുള്ള കരാർ. നിങ്ങളെ കണ്ടപ്പോഴേ ഞാൻ ആകൃഷ്ടനായി തീർന്നു. നിങ്ങൾ പരമസുന്ദരിയാണ്, ബുദ്ധിമതിയാണ്, ദൃഢചിത്തയാണ്, നല്ല പാചകക്കാരി എന്ന നിലയിൽ നിങ്ങൾ വളരെ പ്രസിദ്ധയാണ്. നിങ്ങളുടെ കൈകൊണ്ട് തൊട്ടാൽ സാമാന്യ ഭക്ഷണം പോലും അമൃതിന് തുല്യം സ്വാദിഷ്ടമാകും. എനിക്ക് പിന്നെ എന്ത് വേണം? എല്ലാത്തിനും എൻ്റെ പങ്ക് അധികമാണ്. അമ്മയുടെ നിർദ്ദേശവും അതാണ്. നിങ്ങളെ കിട്ടുന്നതിലും എൻ്റെ പങ്ക് ഏറ്റവും കൂടുതലാണ്. മനുഷ്യരിൽ എന്തെല്ലാം വിശപ്പുകളുണ്ടോ അതെല്ലാം എൻ്റെ ഉള്ളിൽ പ്രബലങ്ങളാണ്. അവ ശമിപ്പിക്കേണ്ട ഉത്തരവാദിത്യം നിങ്ങൾക്കാണ്. എന്നിട്ട് ചിരിച്ചു. കണ്ണുകളിൽ കുടിലമായ ഇംഗിതം നിഴലിച്ചു. ഞാൻ ആലോചിച്ചു, മനസ്സിനെയും ശരീരത്തിനെയും എങ്ങനെ വിഭജിക്കും? ഒരേ സമയത്ത് ഞാൻ ഭീമൻ്റെ അതിവിശപ്പ് ശമിപ്പിക്കുകയും അതോടൊപ്പം മറ്റ് 4 ഭർത്താക്കന്മാരോടുള്ള കർത്തവ്യം അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ഭീമൻ എന്നിൽ ഒരു പ്രതികരണവും കണ്ടില്ല. അദ്ദേഹം സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ വായ തുറന്നില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നുവോ ഇല്ലയോ എന്ന് അഭിപ്രായപ്പെട്ടുമില്ല. അദ്ദേഹം അക്കാര്യം ശ്രദ്ധിച്ചതുമില്ല. വീണ്ടും പറഞ്ഞു, നോക്കൂ ദ്രൗപദി, എനിക്ക് കോപം അല്പം കൂടുതലാണ്. ഞാൻ ആരുടെയും കോപം, അഹങ്കാരവും സഹിക്കുകയില്ല. കർത്തവ്യത്തിൽ എന്തെങ്കിലും പോരായ്മ കണ്ടാൽ ഞാൻ ഭയങ്കരമായി പ്രതികാരം ചെയ്യും. ആരോടും ക്ഷമിക്കുന്ന പ്രശ്നമില്ല. എനിക്കൊരു കാര്യവും ഓർമ്മ വരികയുമില്ല. മനസ്സിൽ വരുന്നത് ഉറക്കെ വിളിച്ചു പറയും. അടുത്ത നിമിഷം ക്രോധം മുഴുവൻ മറയുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ക്രോധം സഹിക്കേണ്ടി വരും. നിങ്ങൾ അത്യന്തം ചാരുശീലയും വിദൂഷിയും ധൈര്യശാലിയുമാണെന്ന് എനിക്കറിയാം. സ്ത്രീകൾ ഇങ്ങനെ വേണം. സ്ത്രീ സർവസംഹ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകും. എൻ്റെ ക്രോധം സഹിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. ഞാൻ നിങ്ങളെ വിട്ടിട്ട് അസുര സ്ത്രീയായ ഹിഡുംബിയുടെ അടുത്തേക്ക് പോകും. ഹിഡുംബി അസുരകുലത്തിൽ ജനിച്ചവളാണെങ്കിലും ഭാര്യ എന്ന നിലയിൽ പൂർണ്ണമായ അനുസരണയുള്ളവളാണ്. അവൾ എൻ്റെ ക്രോധത്തെ ഭയക്കുന്നു. അവളുടെ സഹോദരൻ ഹിഡുംബനെ ഒറ്റയടിക്കാണ് ഞാൻ കൊന്നത്. ആർക്കാണ് പ്രാണഭയമില്ലാത്തത്? ഭീമസേനൻ ആത്മപ്രതാപത്തിൽ മുഴുകി പൊട്ടിച്ചിരിച്ചു. അപ്പോഴും ഞാൻ മൗനം പാലിച്ചു. ഭർത്താവിൻ്റെ മുഖത്തു നിന്ന് സപ്തനിയെക്കുറിച്ചുള്ള പ്രശംസ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഭീമൻ്റെ നിരാതെയുള്ള സംഭാഷണം എനിക്ക് ക്ലേശകരമായി തോന്നി. ഞാനൊന്നും പറഞ്ഞില്ല. സ്ത്രീ സർവസംഹ ആകണമല്ലോ. ഞാൻ എന്തെങ്കിലും പറയുകയും ഭീമൻ ഹിഡുംബിയുടെ അടുത്ത് പോവുകയും ചെയ്താൽ യുധിഷ്ഠിരൻ എന്നോട് ക്ഷമിക്കുമോ? 5 പേരെയും ഐക്യത്തിൻ്റെ ചരടിൽ കോർത്തിണക്കേണ്ടത് എൻ്റെ പ്രഥമ കർത്തവ്യമാണ്. ഭീമൻ ഹസ്തിനാപുരം ഉപേക്ഷിച്ച് പോകുകയാണെങ്കിൽ പാണ്ഡവന്മാർ കൗരവന്മാരുടെ അന്യായത്തിനും അക്രമത്തിനും ആരുടെ ബലത്തിൽ ശബ്ദമുയർത്തും? അടുത്ത നിമിഷം ഞാൻ ആലോചിച്ചു.
ഭീമന്റെ ക്രോധവും അതൃപ്തിയും ഭയന്ന് ഞാൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയം ഭീമന് കൊടുക്കുകയാണെങ്കിൽ അത് യത്നിക്കുകയും ചെയ്താൽ മറ്റു ഭർത്താക്കന്മാർ വിമുഖരാകും. അവർ ഭീമനോട് വിരക്തി തോന്നും. അക്കാരണത്താൽ ഐക്യം നഷ്ടമാകും. പിന്നെ എൻ്റെ അവസ്ഥ എന്താകും? സംഘർഷത്തിന് ഒരവസാനവുമില്ല. ഭീമൻ എൻ്റെ സാരിത്തുമ്പിൽ പിടിച്ച് വലിച്ച് പരിഹസിച്ചു. മൺപ്രതിമ പോലെ മൗനിയായി നിൽക്കുന്നത് എന്തിന്? വിദൂഷിമാർ അല്പഭാഷണികളാണെന്നും പറയപ്പെടുന്നു. പക്ഷേ എൻ്റെ ഭാര്യ വലിയ വിദൂഷിയാകേണ്ട ആവശ്യമില്ല. സ്ത്രീകൾ വിദൂഷികളാകുന്നത് കൊണ്ട് എന്താണ് ഫലം? സുന്ദരിയായിരിക്കണം, നല്ല പാചകം അറിയണം, പരിചരിക്കുവാൻ അറിയണം, കൂടെ ചിരിക്കണം, സംസാരിക്കണം, പാട്ടുപാടണം. ഞാൻ പറയുന്നത് എന്തും പെട്ടെന്ന് ചെയ്യണം. മനസ്സിലായോ? ഇല്ലെങ്കിൽ നേരെ ഹിഡുമ്പിയുടെ അടുത്തേക്ക് പോകും. അവൾ കാത്തിരിക്കുകയായിരിക്കും. എൻ്റെ ആജ്ഞ ലഭിച്ചിലുടൻ അവൾ നൃത്തം ചെയ്യും. നിങ്ങൾക്കങ്ങനെ ആകുവാൻ കഴിയുമോ? ഇങ്ങനെ മുഖം താഴ്ത്തി നിൽക്കരുത്. മ്ലാനമായ മുഖം കാണുമ്പോൾ എൻ്റെ തല ചൂടാകും. എന്തോ ഇത്രയും ആയപ്പോൾ തന്നെ പേടിച്ചു പോയോ? ഭീമൻ ചിരിച്ചു. ആനന്ദവും കൗതൂഹലമയവും അദ്ദേഹം ഉല്ലസിക്കുകയായിരുന്നു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുമ്പി. എന്തൊരു വിഷമം പിടിച്ച പരീക്ഷ! യുധിഷ്ഠിരന് ധർമ്മവിമോചനം നടത്തുന്ന വിദൂഷിയായ ഭാര്യ വേണം. ധർമ്മത്തിനു വേണ്ടി ജീവിതത്തിലെ ശ്രേഷ്ഠമായ വസ്തുത പോലും ത്യജിക്കുവാൻ കഴിവുള്ളവളായിരിക്കണം. ശാസ്ത്രങ്ങളുടെയും പുരാണങ്ങളുടെയും വേദങ്ങളുടെയും സാരവും മർമ്മവും മനസ്സിലാക്കി ജീവിതത്തിൽ അത് പാലിക്കുന്നവളായിരിക്കണം. ഭീമന്റെ അപരിചിതയും മറ്റൊരു വഴിക്കാണ്. ഇനിയും 3 ഭർത്താക്കന്മാരുണ്ട്. അവരുടെ അപരിചിതകൾ അറിയുവാൻ കിടക്കുന്നതേയുള്ളൂ. പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരം 5 വ്യക്തികൾക്ക് അവകാശപ്പെട്ടതാണ്. ഇതെങ്ങനെ സാധ്യമാകും? സംഘർഷം അവസാനിക്കുന്നില്ല, പക്ഷേ രാത്രി അവസാനിക്കുന്നു.